എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനും നീക്കാമേൻ. സർവശക്തനായ പിതാവിനും 1000 നന്ദി. എൻ്റെ പേര് മീനു. ഞാൻ വരണത് തേവർകാട് സേക്രഡ് ഹാർട്ട് ചർച്ചിൽ നിന്നാണ്, എറണാകുളം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 7th November 2024 എടുക്കുന്നത്. 2023 എടുക്കുന്നത്. മമ്മി എടുത്തിരുന്നു വെച്ചത് 5th Jan 2024. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണ്. ഞാൻ ലാസ്റ്റ് ഇയർ ജനുവരിയിൽ വന്നിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാൻ UK ഉണ്ടായിരുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ഒരാളാണ് 2022 സെപ്റ്റംബറിൽ. അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പറഞ്ഞതിൻ്റെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ട് പറയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് UK മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ, ഞാനിപ്പോൾ പറയുന്ന പോലെ അത്ര ഈസി അല്ല, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ UK ആർമിയിൽ, ബ്രിട്ടീഷ് ആർമിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഞാൻ അത്യാവശ്യം നന്നായി തന്നെ ഉടമ്പടിയൊക്കെ നന്നായി പോയി. ലാസ്റ്റ് ഇയറിൽ UK കുറേ റൂൾസ് ചേഞ്ചസ് വന്നു. അങ്ങനെ വന്ന പാട്ടത്തിൽ എനിക്ക് എൻ്റെ ജോബിന് വിസ കിട്ടില്ല എന്നായി. അപ്പം ഞാൻ വേറെ ജോലിക്കൊക്കെ നോക്കി, ജോബിന് ഇൻ്റർവ്യൂസിനൊക്കെ പോയപ്പോഴും ഞാൻ ചോദിച്ച പോലെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടി, നന്നായി തന്നെ ചെയ്തു. പക്ഷേ എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കൊടുക്കില്ല അവർ. അപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടാതെ ആയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇനി എനിക്ക് ഡെഫിനറ്റ്ലി കിട്ടില്ല. പക്ഷെ ഞാൻ അപ്പോഴും അമ്മ തന്ന ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന കാരർ വിസ എടുക്ക്, കാരർ വിസയിലോട്ട് മാറുക. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാതാവ് തന്ന ജോലിയാണ്. അപ്പം ഞാൻ വേറൊരു കാരർ വിസ എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും. എനിക്ക് മാതാവ് അത്രയും തന്നിട്ട് ഞാനത് ഉപേക്ഷിക്കാമെന്ന് പറയുന്നത്. അപ്പം ഞാനതൊന്നും ഒട്ടും വില്ലിങ് അല്ലായിരുന്നു. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനത് ചെയ്യുമില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞത്, ഞാൻ മാരീഡ് അല്ല, അപ്പം ഒരു വിസയുള്ളൊരു ചെക്കനെ കല്യാണം കഴിക്കി, കുറച്ച് എളുപ്പമാണ്, അപ്പം നിനക്ക് ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് 90s 70s ഓടിക്കൊണ്ടിരിക്കുന്ന ആളോ. എനിക്കങ്ങനെ ഒരു വിസയ്ക്ക് വേണ്ടിയോ ഒരു ജോലിക്ക് വേണ്ടിയോ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലത്. അപ്പം ഞാൻ അത് കാരണം തന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് അഗെയിൻസ്റ്റ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി കല്യാണം കഴിക്കില്ല. അങ്ങനെ ഞാൻ അത് പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് നോക്കാതിരുന്നൊന്നുമില്ല. ഞാൻ എന്നിട്ട് അതൊന്നും നടന്നില്ല. ഞാൻ ഈ വർഷം ജനുവരി 2026 1-ാം തീയതി UK ലീവ് ചെയ്യണം. ഇവിടെ വന്നു 2-ാം തീയതി വന്നു. ഉടമ്പടി ഞാൻ പുതുക്കി പ്രാർത്ഥിച്ചു. പിന്നെ പൊതുവേ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ചോദിക്കും, ഇനി എന്താ പരിപാടി, ജോബ് ആവുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. എൻ്റെ തലക്ക് പിടിച്ചിട്ട് കുരിശ് വെച്ചിട്ട് എന്നെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ നീ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അക്കൗണ്ടിങ്ങാണ് പഠിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ മാതാവിനോട് എന്തോ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് സന്തോഷം കൊണ്ടിട്ട് എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 27 വയസ്സായി എന്ന് പറഞ്ഞു.
അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ എല്ലാ കാര്യവും നടക്കും, ഉടമ്പടി ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി, അത് കഴിഞ്ഞിട്ട് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തു. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം തടസ്സം വരും, സാലറിയുടെയോ അല്ലെങ്കിൽ ജോലിയുടെ ടൈമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം വരും, വേണ്ടാന്ന് ചോദിക്കും. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ UK ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് അതൊരു ഫൗണ്ടേഷൻ മാത്രമായിരിക്കണം. എനിക്ക് UK ഗവൺമെൻറ്റിൽ അഗെയിൻ വർക്ക് ചെയ്യണം, പക്ഷേ അത് കാരണമാണ് എനിക്ക് എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പുതിയ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതെനിക്കൊരു ഫൗണ്ടേഷൻ ആണെന്ന് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിക്കോസ് എനിക്ക് ആ ജോലി തന്നത് മാതാവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ ജോലിക്ക് കുറേ UK ഗവൺമെൻറ്റിൻ്റെ ജോബിനൊക്കെ അപ്ലൈ ചെയ്തു, ഒക്കെ റിജക്ഷനാണ് വരുന്നത്. അങ്ങനെ ഒരു ജോലിക്ക് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ കോൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. എല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് കൗൺസിൽ IELTSഉം അതുപോലെ UK വിസ അടിക്കുന്ന UK എംബസി എക്കത്തിൻ്റെയും ഹെഡ് ഓഫീസായിട്ടുള്ള ബ്രിട്ടീഷ് ഹൈ കമ്മീഷനിൽ നിന്ന് ഫൈനാൻസ് ഓഫീസർ പൊസിഷനിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ പോകുന്നതിന് മുന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിരുന്ന വെച്ചാൽ ഒരു വചനം എന്ന് പറയുന്നത് Matthew 5:13 ആണ്. അപ്പം ഞാൻ നോർമലി ബൈബിള് വായിക്കും, പക്ഷേ വചനം ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്ന് ലൈക്ക് എനിക്ക് അങ്ങനെ ഓർമ്മ നിൽക്കൂല. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ടീനസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു യൂസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം സോൾട്ടീനസ് വേണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ചെല്ലണം. ഞാൻ ഈ ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും സോൾട്ട് ഇടും. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് കൊച്ചിലെ തൊട്ടിട്ട് എനിക്ക് എക്സാം ഫിയർ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. ലൈക്ക് ഞാൻ ബോധം കെട്ട് വീഴും. മമ്മി എനിക്ക് വേണ്ടി ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് പ്രാർത്ഥിക്കും, എന്നാലും എനിക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ടാവുള്ളൂ. ലൈക്ക് അത്ര എനിക്ക് എക്സാം ഫിയർ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂവിന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വിശ്വാസം ഇല്ലാണ്ടൊക്കെ ആണെങ്കിലും വിശ്വാസപ്രമാണം അങ്ങോട്ട് ചൊല്ലും. ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലണമെന്നാണല്ലോ, അങ്ങനെ അത് കാരണം ഞാൻ വെറുതെ അങ്ങ് ചൊല്ലും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്നോട് നേരത്തെ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ കർത്താവ് എനിക്ക് ഒരു ഇത് നേരത്തെ തരുവാ, ഇല്ല നീ വിശ്വാസപ്രമാണം പ്രോപ്പറായിട്ട് ചെല്ലണം, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് എന്നോട് നേരത്തെ പറയുമായിരുന്നു. ഈ ഓൾ ടൈമിലും എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ വചനങ്ങൾ എപ്പോഴും ജോബിൻ്റെയാണ്. അപ്പം ഞാൻ മമ്മീനോട് എപ്പോഴും പറയും, മമ്മി എനിക്ക് എപ്പോഴും ജോബിൻ്റെ കിട്ടണേ, ദൈവം എൻ്റെ കൂടെ എന്തായാലും ഉണ്ടാകും, ലൈക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാകും. പക്ഷേ എനിക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടാകും, കുറേ വിഷമങ്ങൾ ഉണ്ടാകും എന്നെനിക്കറിയാം. കാരണം ജോബിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ്, ജോബിൻ്റെ കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടാകും, പക്ഷേ കുറേ സ്ട്രഗിൾസ് ഉണ്ടാകും. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ ഞാൻ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊബർ എടുത്ത് ഹൈ കമ്മീഷനിൽ പോയി. ഹൈ കമ്മീഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടിച്ചു കൊടുത്തത് ഗേറ്റ് ഡിഫറെൻ്റ് ആണ്. ഈസ്റ്റ് ഗേറ്റിന് പകരം വെസ്റ്റ് ഗേറ്റിൽ പോയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു അവർ. അപ്പം ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു സെമി സർക്കിൾ നമ്മൾ കറങ്ങി അപ്പുറത്ത് ചെന്നാലേ അതിൻ്റെ മെയിൻ ഗേറ്റ് ഉള്ളൂ. അപ്പം എൻ്റെ മനസ്സിൽ ആകെ വന്നത് വേറെ, ഇത്ര നടക്കണോ അങ്ങനെയൊന്നും അല്ല. ഞാനപ്പോൾ ആദ്യം വിചാരിച്ചത് ജെറിക്കോ പട്ടണമാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ദൈവം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ജെറിക്കോ പട്ടണത്തിന് ചുറ്റിനും നടന്ന് അവർ പ്രാർത്ഥിച്ചു. അതാണ് എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഓടി വന്നത്. ഞാൻ അവിടെ തൊട്ടിട്ട് ഉപ്പിട്ട് വിശ്വാസപ്രമാണം നല്ല വിശ്വാസത്തോടെ ആ മെയിൻ ഗേറ്റ് വരെ നടന്ന് പ്രാർത്ഥിച്ചു ചെല്ലി മെയിൻ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഏർലിയാണ് വന്നത്, ഭയങ്കര നേരത്തെ വന്നു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാൻ അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നവരെല്ലാവരെയും സമർപ്പിച്ചിട്ട് കൊന്ത ചൊല്ലി, അതുപോലെ വിശ്വാസപ്രമാണം ചൊല്ലി, അതുപോലെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് കയറി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ വെയിറ്റിംഗ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞാൻ ഉപ്പിട്ട് വിശ്വാസത്തോടെ ചൊല്ലി വെയിറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സാറും ഒരു ലാപ്ടോപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല എന്താ ഇത് ജസ്റ്റ് ഒരാൾ മാത്രമാണ് ഇൻ്റർവ്യൂ, കാരണം ഇത്രയും ഒരു ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈക്ക് ഒരാൾ മാത്രമാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് എനിക്ക് ലാപ്ടോപ്പ് എന്നിട്ട് പറഞ്ഞു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്ത് പോയ ഞാൻ എക്സാം എഴുതാൻ പോകണം. അതെനിക്കൊരു വലിയൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ബിക്കോസ് ഒരു എക്സാമും ഇൻ്റർവ്യൂവും വ്യത്യാസമുണ്ട്. കാരണം ഇൻ്റർവ്യൂവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കാം, പക്ഷേ എക്സാമിൽ റൈറ്റ് ചെയ്യുന്നത് എന്താണോ അതിനായിരിക്കും അവർ പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യുക. ഞാൻ ടെൻഷനായി. പക്ഷേ എന്നാലും എൻ്റെ കൂടെ മാതാവുണ്ടല്ലോ, എൻ്റെ കൂടെ കാശുരൂപമുണ്ട്. ഞാൻ കാശുരൂപം മുറുക്കി പിടിച്ചു. അവിടെയും എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു നുള്ള് ഉപ്പിട്ടു, പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ബിക്കോസ് അതിന് മുന്നത്തെ ദിവസം മമ്മിയും എൻ്റെ സിസ്റ്റർ എന്നോട് 1000 വട്ടം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ UK എംബസി ആണെങ്കിൽ പോലും ഇന്ത്യയിലാണുള്ളത്, ഇന്ത്യൻ കാര്യങ്ങൾ പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ മമ്മിനോട് പറഞ്ഞു, മമ്മി ഇൻ്റർവ്യൂ എനിക്കറിയാം, ബിക്കോസ് ഞാൻ UK ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പാറ്റേണൊക്കെ എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ ChatGPTയും ജെമിനിയൊക്കെ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് റാൻഡമായിട്ട് വന്ന കുറേ
ടോപ്പിക്സ് ആണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ വന്നിരുന്നത് വെച്ചാൽ ഞാൻ വാറ്റാണ് പഠിച്ചിട്ട് പോയത്, പക്ഷേ ക്വസ്റ്റ്യൻ വന്നത് വളരെ ബേസിക് ആയിട്ടുള്ള GST, GSTIN, പിന്നെ അതുപോലെ GST റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ 3-4 വർഷമായിട്ട് ഇന്ത്യയിലല്ല വർക്ക് ചെയ്യുന്നതുകൊണ്ടും വാറ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയേക്കുന്നതുകൊണ്ടും എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഈ GST എക്സ്പ്ലെയിൻ ചെയ്യാനോ GSTIN എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു, ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ആ കാൽക്കുലേഷൻ ചെയ്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോരുന്നതിന് മുന്നേ 1 മിനിറ്റ് സമയം കൂടി എനിക്ക് കിട്ടി. അവിടെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ ഒരാളെ സ്കൗട്ട് ചെയ്യണം പുറത്തേക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിശ് വരച്ചു, ടേബിളിൻ്റെ അടിയിൽ കുരിശ് വരച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും അതുപോലെ തേൻ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിനോട് മമ്മി ഫോൺ വിളിച്ചു മമ്മിനോട് പറഞ്ഞു, മമ്മി എനിക്ക് തോന്നണില്ല, ബിക്കോസ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇപ്പോൾ എൻ്റെ പോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലോ അങ്ങനെ എന്തെങ്കിലും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ UN പോലത്തെ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള വലിയ വലിയ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിരിക്കുന്നവർക്ക് മാത്രമുള്ള ഇൻ്റർവ്യൂ ആണ്. ആകെ 4 പേരുമുള്ള ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് 2000-3000 ആപ്ലിക്കേഷനിൽ നിന്ന്. അപ്പം ബാക്കി ഇൻ്റർവ്യൂവിന് വരുന്നവരാരും എൻ്റെ പോലെ ആയിരിക്കില്ല, ലൈക്ക് അവരൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അത് പറഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ എറണാകുളത്ത് വന്നു, വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി ഒരു 10 മണിക്ക് എനിക്കൊരു മെയിൽ വരികയാണ്, ഇൻ്റർവ്യൂ സക്സസ് ആയത്. എനിക്ക് റിട്ടേൺ എക്സാം സക്സസ് ആയത്. എനിക്ക് അറിയില്ല, ലൈക്ക് കാരണം ഇത്രയും ടോപ്പിലുള്ള ആൾക്കാരാണെന്ന് ചെയ്തത്. എന്നിട്ട് മാതാവ് എന്നെ അവിടുന്ന് എക്സാം പാസ്സാക്കി. എനിക്കത് വലിയൊരു ഹാപ്പിനെസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻ്റർവ്യൂ 2 ദിവസത്തിനുള്ളിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് ഫ്ലൈറ്റിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ അവരോട് ഓൺലൈൻ ഇൻ്റർവ്യൂ ചോദിച്ചു. അവരൊന്നും പറ്റില്ല, ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അതിന് മുന്നത്തെ ദിവസം ഞാനിതുപോലെ പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും കൊന്ത കഴിഞ്ഞിട്ട് ഞാൻ 1/2 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയതും മമ്മിക്ക് കിട്ടിയതും സെയിം കാര്യം. അത് ഞങ്ങൾ രണ്ടുപേരും അപ്പം പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പറയണേ, കിട്ടിയത് റെസറക്ഷൻ ഓഫ് ജീസസ് ആണ്, ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കിട്ടിയത്. അപ്പം എനിക്ക് ഉറപ്പാണ് ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ പോലെ എന്നെയും ഈശോ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എനിക്ക് കിട്ടിയത് മാത്യു ആണെങ്കിൽ മമ്മിക്ക് കിട്ടിയത് ലൂക്ക്. അങ്ങനെ 2 പേർക്കും 2 ഗോസ്പൽസിൽ നിന്നാണ് കിട്ടിയത്, പക്ഷേ 2 പേർക്കും കിട്ടിയത് ഉയർപ്പെഴുന്നേൽപ്പ്. ഇതുപോലെ തന്നെ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്തു, ഡൽഹി ചെന്നു. ഞാനപ്പം ഫസ്റ്റ് ടൈമിൽ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയല്ലോ ഊബറിന്. അത് കാരണം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഊബർ കമ്പനിക്കാരെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഊബർ ബുക്ക് ചെയ്യിപ്പിച്ചു. അപ്പം ബുക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അവരും ഇതുപോലെ തന്നെ എന്നെ ഈസ്റ്റ് ഗേറ്റിൽ ഇറക്കേണ്ടതിന് പകരം വെസ്റ്റ് ഗേറ്റിൽ ഇറക്കി. എന്നിട്ട് ഞാനപ്പം അതൊരു ദൈവം തന്നൊരു അടയാളമായി കരുതി പിന്നെയും ഞാൻ ഇതുപോലെ തന്നെ ജെറിക്കോ പട്ടണത്തിൽ ഈശോ ദൈവം അവർക്ക് കൊടുത്ത പോലെ ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു. എനിക്കും അവിടെ ഒരു സീറ്റ് വേണം, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ എനിക്കും ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മെയിൻ ഗേറ്റ് വരെ എത്തി. അകത്ത് ചെന്നപ്പം ലൈറ്റായിട്ട് എനിക്ക് ജാസ്മിൻ്റെ സ്മെല്ല് കിട്ടി. ആ സമയത്ത് ഞാൻ വിശ്വസിച്ചില്ല, ബിക്കോസ് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ ടൈമിലും ഒരു പെർഫ്യൂം ബോട്ടിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്മെല്ലുണ്ടാവോ അത്രയും സ്മെല്ല് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇച്ചിരി പണം കിട്ടിയപ്പം ഞാനത് വിശ്വസിക്കാനായിട്ട് ഇത്തിരി ഇത് ഉറപ്പാണോ, ലൈക്ക് അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞു ഞാൻ അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറി അകത്ത് ചെന്നപ്പോൾ ആരും കാണാതെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പം നോർമൽ സിനിയറിയെ വെച്ച് ഞാൻ വെപ്രാളം കാണിച്ചെല്ലാം കൊളാക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴേക്കും പ്രോപ്പറായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയത് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബിഗിനിങ്ങിൽ തന്നെ അവരെന്നോട് പറഞ്ഞു, നമ്മൾ ഐ കോണ്ടാക്റ്റ് തരത്തില്ല, ബിക്കോസ് ഞങ്ങൾ പോയിൻറ്റ്സ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ഓക്കെ എന്നുള്ള രീതിക്ക് ഞാനിരുന്നു. അത് കഴിഞ്ഞ് ഒരാളൊഴികെ ബാക്കി 2 പേരും എനിക്ക് ഫുൾ ഐ കോണ്ടാക്റ്റ്, വിച്ച് മീൻസ് അവർ ഒരു പോയിൻറ്റും എഴുതുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിങ് തൊട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ UK പോയിട്ടാണെങ്കിലും ബ്രിട്ടീഷ് ആർമിയിലാണ് വർക്ക് ചെയ്തത്. അതും താമസിച്ചതും ഇംഗ്ലീഷുകാരുടെ കൂടെയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയാം. എന്നിട്ട് പോലും അന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണോ അത്രയും മോശമായി, ഗ്രാമർ ഒന്നുമില്ലാതെ വളരെ മോശമായാണ് ഞാൻ ഇൻ്റർവ്യൂ പെർഫോം ചെയ്തത്. പക്ഷേ ആ ടൈമിൽ ഞാൻ കാശുരൂപ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചേക്കുമായിരുന്നു. ഞാൻ ഉത്തരം മാതാവിനോട് പറയണം, മാതാവ് ഉത്തരം പറയണോട്ടോ എന്ന് പറഞ്ഞേക്കുമായിരുന്നു. അപ്പം പല സാക്ഷ്യങ്ങളിലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്,
എന്താ ഇങ്ങനെ നമുക്ക് പോയിൻറ്റ്സൊക്കെ എക്സാമിനൊക്കെ ആണെങ്കിൽ പോയിൻറ്റ്സൊക്കെ എവിടെ നിന്നാണ് വരണേന്ന് അറിയില്ല. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും ലൈക്ക് എന്താ ഈവൻ ഞാൻ ഉടമ്പടി എടുത്തേക്കണമെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ വിചാരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഏതെങ്കിലുമൊക്കെ കൊച്ചു പഠിച്ചതായിരിക്കും, അവർ പിന്നെ ഓർക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പല സാക്ഷ്യം കേട്ടപ്പോഴും. പക്ഷെ അന്ന് ആ ദിവസം അതെല്ലാം മാറി ചിന്തിച്ചു ഞാൻ. ബിക്കോസ് എനിക്കറിയില്ല എവിടെന്നൊക്കെയാണ് പോയിന്റ്സ് വരണേന്ന്. അതിനൊരു വളരെ എക്സാമ്പിളാണ്. അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല. കാരണം ആ തിയറി ക്വസ്റ്റ്യനൊക്കെ ഞാൻ പഠിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ അറിയാത്തത് കൊണ്ടിട്ട് തന്നെ ഞാനത് പറയാനായിട്ട് എനിക്കറിയില്ല. അവർ എനിക്ക് ഇങ്ങോട്ട് പറയൂ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു വേർഡ് പറഞ്ഞു, അതെനിക്ക് മാതാവ് ആ സമയത്ത് തന്നതാ. ബിക്കോസ് ഞാൻ മാതാവിനോട് മാതാവ് എന്തെങ്കിലും ഒന്ന് പറ, കാരണം ഇവർ മൂവ് ഫോർവേഡ് ചെയ്യണില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാനൊരു വേർഡ് എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാന്ന്. ആ വേർഡ് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു യെസ് ദിസ് ഇസ് ഇറ്റ്, സിമ്പിൾ എന്ന് പറഞ്ഞു. ദിസ് ഇസ് നോട്ട് എ റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോഴേക്കും എൻ്റെ മാതാവേ, ഞാൻ ആ ടൈമിൽ ഇരുന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കി, മാതാവേ താങ്ക്സ് ഇട്ടാന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഇതൊരു ഹിന്ദിയും കൂടി റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. വിച്ച് മീൻസ് ഒബ്വിയസ്ലി ഡൽഹിയിലാണല്ലോ, അപ്പോൾ ഹിന്ദി കൂടി റിക്വയർഡ് ആണ്. ഞാൻ പഠിച്ചത് ഒരു എയ്ഡഡ് സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ഹിന്ദിയൊന്നും അറിയില്ല. കേട്ടാൽ മനസ്സിലാവും, വായിച്ചാലും മനസ്സിലാവും, പക്ഷെ പറയാൻ എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവർ ഇൻവിറ്റേഷൻ വിട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി ചിലപ്പോൾ ചോദിക്കുമായിരിക്കുന്നു. പിന്നെ എൻ്റെ ടെൻഷൻ മൊത്തം ഹിന്ദി ആയിരുന്നു, കാരണം ഹിന്ദി അറിയില്ല, അതോടെ വിട്ടുപോകും. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഹിന്ദി ക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്ന് പക്ഷെ മമ്മി വീട്ടിലിരുന്ന് മാതാവിനോട് മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ലൈക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ ചോദിക്കുകയേ ചെയ്യരുതെന്ന്. അതുപോലെ അവരെന്നോടൊന്നും ചോദിച്ചില്ല. അവരാകെ എന്നോട് ചോദിച്ചു ലാസ്റ്റ് ടൈം എന്താ വരാൻ പറ്റാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു എന്താ ലാസ്റ്റ് ടൈം വരാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആക്ച്വലി ഡൽഹിയിൽ നിന്നുള്ള ബേസ്ഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അടുത്ത് ചോദിക്കേ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളയിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നോട് ചോദിച്ചു കേരളയിൽ നിന്ന് അപ്പോൾ എന്ന് വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് വന്നു. അപ്പോൾ എപ്പോൾ തിരിച്ചു പോകുന്നു ചോദിച്ചു. ഈവനിങ് ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ തിരിച്ചു പോകുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒരു സാർ ചോദിച്ചു ഹിന്ദി അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കള്ളം പറയാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു ഹിന്ദി വായിക്കുമ്പോഴും എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറയണ കാര്യമൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ ഇറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു, പുറത്തോട്ട് പോയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ കോൺസെപ്റ്റിൽ എന്താ, ഞാൻ ഒരു ബ്രിട്ടീഷ് എംബസിയിൽ പോകുമ്പോൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള അവർക്ക് 90% കോൺവെർസേഷൻസും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പൊട്ടത്തരം പറയുന്ന ഒരു നോൺസെൻസ് മാത്രം പറയുന്ന ഒരാൾ, ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഓടെ പറയുന്ന ഒരാൾ അവർ ചൂസ് ചെയ്യില്ല ഡെഫിനറ്റ്ലി. എന്നാലും ഞാൻ എൻ്റെ മാതാവിൽ വിശ്വസിച്ചു. അതുപോലെ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും മാതാവേ ജൂൺ 7 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എനിക്ക് എല്ലാവരുടെയും സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത്, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം, എനിക്ക് നിർബന്ധമായിട്ട് തരണം. അതുപോലെ ജൂൺ 2 ഞാൻ ഇൻ്റർനാഷണൽ ആയിരുന്നേച്ചത് കൊണ്ട് എൻ്റെ ഉടമ്പടി 6 മാസമാണ്. അപ്പം ജൂൺ 2 എൻ്റെ ഉടമ്പടി തീരും. അപ്പം ജൂൺ 2 മുന്നേയും എനിക്ക് റിസൾട്ട് എനിക്ക് ജോലി തരണം, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അന്ന് തന്നെ തിരിച്ചു പോന്നു, വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഒരു HR വിളിച്ചേക്കാണ്, ഹെഡ് ഓഫ് ഫൈനാൻസിനൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. കാഷ്വലായിട്ടുള്ള സംസാരം എന്നാണ് പറഞ്ഞത്. അപ്പം 10:30 പറഞ്ഞു. 10:30 പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 2:30 പറഞ്ഞു. അപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ട സമയം 2:30. അപ്പം ഞാൻ കൺഫേം ആക്കി ദിസ് ഇസ് ഫോർ മീ എന്ന് ഞാൻ കൺഫേം ആക്കി. ഇൻ്റർവ്യൂവിന് കയറി, ഓൺലൈനായിരുന്നു. അതും എന്നെ അങ്ങോട്ട് വിളിപ്പിക്കാതെ ഞാൻ കേരളയിൽ നിന്നാണെന്നൊരു കാഷ്വൽ കോൺവെർസേഷനിൽ ചോദിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ഓൺലൈനാക്കി തന്നു. അതിനകത്ത് ഹെഡ് ഓഫ് ഫൈനാൻസും ഡെപ്യൂട്ടി ഹെഡ് ഓഫ് ഫൈനാൻസും ഉണ്ടായിരുന്നു. 2 പേരും എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യനും അവർ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ആ ക്വസ്റ്റ്യൻ്റെ വൺ ആഫ്റ്റർ അനദർ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനപ്പോൾ എനിക്കൊരു ഇതുമില്ല. ഞാനോ ശരി ഓക്കെ ഇത് ചെയ്തു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ മീൻ ടൈമിൽ ഞാൻ എറണാകുളത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ജോലി കിട്ടി. ഞാൻ 2021 ഇവിടെ കേരളത്തിലും ഒരു മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ നെറ്റ് ക്ലിയർഡാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, ക്ലിയറായി. അപ്പം എനിക്ക് ജൂൺ 1 അവിടെ ജോയിൻ ചെയ്യണം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എൻ്റെ കാര്യങ്ങളൊന്നും ആയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 1 തലേ ദിവസം, അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ജോയിൻ ചെയ്യണം. മെയ് ലാസ്റ്റ് ഡേയിൽ ഞാനിങ്ങനെ കൊന്തെത്തിച്ചതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക,
എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്, നിന്നെ തോൽപ്പിക്കാനാണെങ്കിൽ ഞാൻ ആദ്യമേ തോൽപ്പിക്കുമായിരുന്നു, നിന്നെ ജയിപ്പിക്കാൻ തന്നെ ഉള്ളതാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞൊരു വേർഡ് എൻ്റെ മനസ്സിലിങ്ങനെ കാണിച്ചു തരാം. അപ്പം നോർമലി ഒരു ഓഫർ ലെറ്ററിൽ ഉണ്ടാവുക വി ആർ പ്ലീസ് ടു ഇൻഫോം യു എന്നാണ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പം എൻ്റെ ചേച്ചിനോട് പറഞ്ഞു, അവൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, അപ്പം ഞാൻ അവളോട് പറഞ്ഞു വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു എന്നായിരിക്കും എൻ്റെ ഓഫർ ലെറ്ററിൽ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞു, കോൺവെർസേഷനൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ജൂൺ ഫസ്റ്റിന് ജോലിക്ക് ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ HOD കാഷ്വൽ കോൺവെർസേഷനിൽ പറഞ്ഞു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം, 1 year കോൺട്രാക്റ്റാണ്, ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം അത് ഗവൺമെൻറ് ഗസ്റ്റ് റോളായിരുന്നു. അപ്പോൾ ആ ജോബ് കിട്ടാനായിട്ട് വലിയ എന്താ പറയുക ഉടമ്പടിയുടെ ആവശ്യമില്ല. ബിക്കോസ് അച്ഛൻ പറയാറുള്ളത് പോലെ അതിനൊരു നൊവേന കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. അതൊരു ഗസ്റ്റ് റോളാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് UK ഗവൺമെൻറ് ജോബാണ്. ബിക്കോസ് എന്നാലേ എനിക്ക് അന്ന് എൻ്റെ UK എനിക്ക് ആർമി ജോബ് തന്നതിന് ഒരു റീസൺ ഉണ്ടാവുള്ളൂ. അപ്പം ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോബ് വലിയ കാര്യമുള്ള കാര്യമല്ല. അപ്പം ഞാനത് കാരണം എന്നാലും പോയി അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് മാതാവേ എനിക്കിന്ന് ഉത്തരം തരണം എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ലാസ്സിൽ വെച്ചിട്ടും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കോളേജിൽ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് എനിക്കൊരു മെയിൽ വന്നേക്കാണ്, വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു. ആ എക്സാക്റ്റ് വേർഡ് വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു എന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നേക്കുന്നു, ഓഫർ ലെറ്റർ, കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിരിക്കുന്നു. ഇപ്പം ഈ ഒരു പോയിന്റിൽ എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് ഈ എസൻസ് ഓഫ് കവനൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ്സും, അതായത് എന്താ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതുപോലെ തന്നെ ടൈം ഷോർട്ട്നെസ്, പ്രസൻസ് ഓഫ് ലൈക്ക് ഗോഡ്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ്നെസ്, ഇതെല്ലാം എൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഉണ്ടാവണം എന്ന് എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കും, അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആൻഡ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഫസ്റ്റിലെ തന്നെ ക്ലിയർ ആയി. ബിക്കോസ് അത്രയും പൊട്ടത്തരങ്ങൾ പറഞ്ഞ ഒരാളെ അവർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാതാവ് ഈശോയോട് ചോദിച്ച് മേടിച്ചത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ പോയിൻറ്സും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് പ്രസൻസും കിട്ടി, ജാസ്മിൻ ഫ്ലവറും കിട്ടി. ഇപ്പം ഈ 3 പോയിൻറ്സും എൻ്റെ കാര്യത്തിലെല്ലാം നടന്നു. അത് കഴിഞ്ഞ് ഇതിനകത്ത് എൻ്റെ കണ്ടീഷൻ ഉണ്ടായിരുന്ന വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് കറക്റ്റ് ആയിരിക്കണം, അതായത് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവരുത്. പിന്നെ അതുപോലെ എന്താ അവിടെ നിന്ന് റെഫറൻസ്, ഏതൊക്കെ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത് വെച്ചാൽ അവിടെ നിന്ന് റെഫറൻസൊക്കെ കിട്ടണം. അപ്പം ജൂൺ 1 എനിക്ക് ഈ റിസൾട്ട് വന്നു. ജൂൺ 2 എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, മാതാവിനോട് പറഞ്ഞു, മാതാവേ താങ്ക്സ് പറഞ്ഞു. പക്ഷേ എനിക്ക് കണ്ടീഷണൽ ആയതുകൊണ്ടിട്ട് തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ജൂൺ 2 തന്നെ ഞാൻ വന്നു പറഞ്ഞു. ആൻഡ് അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ എനിക്ക് മാതാവ് ഒരു ആൻസർ തന്നു. ജൂൺ 7 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. പിന്നെ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ത്യയിലെ പോലീസ് ക്ലിയറൻസ് അവരെടുത്തോളും, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ എടുത്തോളും. പിന്നെ ഉണ്ടായിരുന്ന വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ UK എന്നൊരു DBS എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പോലീസ് ക്ലിയറൻസ് മാതിരിയുള്ള സർട്ടിഫിക്കറ്റാണ്, അത് വേണം. അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു സിറ്റിസൺ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലാണെങ്കിൽ അവരുടെ പാസ്പോർട്ടിന്, ആരുടെയാണോ അവരുടെ പാസ്പോർട്ടിൽ ഒരു ബയോമെട്രിക് ചിപ്പ് വേണം. എൻ്റെ പാസ്പോർട്ട് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട്, അപ്പോൾ അതിനകത്ത് ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോമെട്രിക് ചിപ്പില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്താ പറയുക ഒരു ഏജൻസി, ഗവൺമെൻറ് തന്നെ തന്നിട്ടുള്ളൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് എടുത്തത്. അപ്പോഴേക്കും ഈ പറയുന്ന ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം എൻ്റെ വീട്ടിൽ വന്ന് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ചധികമായി കഴിഞ്ഞപ്പോഴേക്കും അവർ ഓൾറെഡി ഈ പറഞ്ഞ DBS സർട്ടിഫിക്കറ്റ് UK നിന്ന് ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും ഇതെവിടെ പോയെന്നൊരു പിടുത്തമില്ല. ഞാൻ ഈ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുന്നു, അവർ പറയുന്നു ഓൾറെഡി എനിക്ക് ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു. ട്രാക്ക് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നില്ല, ലോസ്റ്റായി. മൊത്തത്തിൽ അതെവിടെ പോയെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ 2ാമതും അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ UK എൻ്റെ ഫ്രണ്ട്സിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അത് കൊടുക്കാൻ കാര്യം എനിക്ക് ഫാമിലി ഉണ്ട് UK, പക്ഷെ അവരുടെ ഞാൻ കൊടുത്തില്ല. ബിക്കോസ് അവർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം എങ്ങാനും മിസ്സായാലോ എന്ന് കരുതിയിട്ട്, എന്ന് വെച്ചാൽ ഞാൻ കിട്ടാനായിട്ട് ഡിലേ ആയാലോ, കാരണം കിട്ടുമ്പോൾ തന്നെ ഇത് സ്കാൻ ചെയ്ത് അയക്കണം, അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൊടുത്തു. കാരണം അവരെപ്പോഴും ഉണ്ടാകും വീട്ടിൽ, ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവും. അങ്ങനെ കൊടുത്തു. പക്ഷെ അതും ഓൺ ടൈമിന് കിട്ടിയില്ല. 20 സെക്കൻഡ്, അപ്പോൾ പല ടൈമായിട്ട് തന്നെ എന്താ പറയുക എന്നെ ഇങ്ങനെ അവിടെ നിന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് DBS കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ഈ നടക്കുന്നത് ട്യൂസ്ഡേയ്സിൽ ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷമാണ്. ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാം നടക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം നോർമലി ഞാനങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്നും നോക്കാത്ത ഒരാളാണ്. അന്നത്തെ ദിവസം വാട്സപ്പ് സ്റ്റാറ്റസ് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നേച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വാക്യത്തിൽ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഈ ഒരു സ്റ്റാറ്റസൊക്കെ ഉണ്ട്. അത്
ആള് എന്തുകൊണ്ടാണ് ഇട്ടേന്ന് അറിയില്ല, കാരണം ആളും അങ്ങനെ സ്റ്റാറ്റസ് ഇടാറില്ല, ഞാൻ സ്റ്റാറ്റസ് നോക്കാറുമില്ല. അങ്ങനെ ഇതും കഴിഞ്ഞു. എന്നിട്ട് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ നിന്ന് എന്നോട് പിന്നെയും ചോദിച്ചു എന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം കൂടി പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ബുധനാഴ്ച എനിക്കൊരു മെയിൽ ഇങ്ങോട്ട് വന്നു. 23rd 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ എൻ്റെ DBS സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർ ഓഫർ ലെറ്റർ എൻ്റെ അടുത്ത് നിന്ന് വിഡ്രോ ചെയ്യുന്നു. അപ്പം എനിക്ക് ആകെ എൻ്റെ കയ്യിലൊന്നുമില്ല. ലൈക്ക് ഒരു സർട്ടിഫിക്കറ്റ് മിസ്സായി, രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നറിയില്ല, ആരോടും ചോദിക്കാനില്ല. അച്ഛനെപ്പോഴും പറയണ പോലെ ഒരു ഹ്യൂമണും ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹ്യൂമണും ഇല്ല. ആകെ എൻ്റെ മുൻപിൽ ആകെ ഉള്ളത് എൻ്റെ ഈശോയും മാതാവും ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരോടും എനിക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരാനില്ല. പിന്നെ 12 മണിയെന്ന് പറയുന്നത് ഈവൻ UK പോസ്റ്റ് ഓഫീസ് തുറക്കുമ്പോൾ പോലും 8 മണിയാകും. UK വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 6:30 മണിയായിട്ടുണ്ടാവുള്ളൂ. ഇനി അന്നത്തെ ദിവസം കിട്ടിയാൽ പോലും എനിക്ക് യൂസ് ഇല്ല. ഞാൻ അന്ന് രാത്രി മൊത്തം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോർമലി പോകുന്നത് കുനുമാവ് പള്ളിയിലാണ്, ചാവറേച്ചൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരമാണ് പോവാറ്. ആസ് യൂഷ്വൽ ഞാൻ പള്ളിയിൽ പോയി. ഞാൻ ഭയങ്കര സങ്കടമായി. ബിക്കോസ് ഞാൻ 7 മാസം എല്ലാവരെയും എഗെയിൻസ്റ്റ് ആയിട്ട് എന്നെ മാതാവ് രക്ഷിക്കും, എൻ്റെ മാതാവ് എനിക്ക് നല്ല ജോലി തരും എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ ഞാൻ അതിലെന്തോ തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉടമ്പടി പ്രോപ്പറാവും. ഞാനാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി എത്ര ബെറ്ററാക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം വന്നിട്ട് വയ്യായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എനിക്ക് കുറേ ആ ടൈമിൽ കോൾ വരുന്നു, എന്നാലും സാരില്ല, ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. ഞാൻ ഫുൾ ടൈം ചോദിച്ചു എന്താ ഇങ്ങനെ ഇത്രയും ഈ ലാസ്റ്റ് എനിക്കൊരു ഈ കോട്ട് വരും എക്സഡസിൻ്റെ 33:11 വരെ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചോദിച്ചു. രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു. മമ്മിയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു വെച്ചത് ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ഒരു കാനഡയിലൊരു ചേച്ചി. ആ ചേച്ചിയുടെ ലാസ്റ്റ് തീരണേൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ചേച്ചിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷിയും, രാത്രി കേട്ട എല്ലാ സാക്ഷിയും ഈ ജോലിയുടെ തടസ്സം മാറിയതും അവർക്ക് കിട്ടിയതും, അതുപോലെ തന്നെ ജോമോൾ സിസ്റ്ററിൻ്റെ ലിവിങ് ഒറാക്കിളിലത്തെ എപ്പിസോഡ് 47-ലും സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു ഒരു ചേച്ചിക്ക് ആ ചേച്ചിയുടെ ജോലിയും ബാക്കി എല്ലാവരുടെയും ജോലിയും പോകുമായിരുന്നു, പക്ഷേ ഈ ചേച്ചിക്ക് മാത്രം ജോലി പോയില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴും ഞാനാകെ ലൈക്ക് എങ്ങനെ പോസിബിൾ ആവണേ, കാരണം 12 മണി ടൈം എൻ്റെ കയ്യിലില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റു, ഇതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. 11:30 ആയപ്പോഴേക്കും, ഒരു 11:20 ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലിങ്ങനെ പറയാം, ലൈക്ക് എൻ്റെ ചേച്ചി അതിന് മുന്നത്തെ ദിവസം പറഞ്ഞിരുന്നു നിനക്ക് ഏതെങ്കിലും ഓഫീസിലൊക്കെ ഒന്ന് ചോദിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോഴേക്കും എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹ്യൂമൻ്റെയും കയ്യിലില്ല, കാരണം ഒരെണ്ണം UK പോന്നു, എവിടെയാണ് പോയെന്നറിയില്ല. രണ്ടാമത്തത് UK പക്ഷെ എവിടെയാണെന്നറിയില്ല. അങ്ങനത്തെ ഒരു സിനീറിയോ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിനി ഒന്നുമില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ മമ്മീനോട് രാവിലെ പറഞ്ഞു, മമ്മി ഞാനൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോയി നോക്കിയിട്ട് വരാം, ഇനി അവിടെ ഉണ്ടോ അറിയില്ല, വെറുതെ ഒന്ന് പോയി നോക്കിയേക്കാം, അവിടെ നോക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ട്രാക്കിംഗ് നമ്പർ കൊടുത്തു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാക്കിംഗ് നമ്പർ കിട്ടിയിട്ടില്ല, ഇന്ത്യയിലേ റീച്ച് ആയിട്ടില്ല, ബിക്കോസ് ആ ട്രാക്കിംഗ് നമ്പർ UK ട്രാക്ഡ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെവിടെയോ ലോസ്റ്റായി അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ആ ട്രാക്കിംഗ് നമ്പർ ഫോൺ നമ്പർ ഇങ്ങോട്ടായോ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേട്ടനെ എന്നോട് ചോദിച്ചപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് 12 മണിക്ക് മുന്നേ കിട്ടിയില്ലെങ്കിൽ എനിക്കിതുകൊണ്ടൊരു യൂസും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ചേട്ടനും അതുപോലെ തന്നെ ഓഫീസിലെ എല്ലാ ഓഫീസ് സ്റ്റാഫിനും എൻ്റെ സങ്കടം എൻ്റെ മുഖത്തുണ്ട്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ ഓഫീസ് ഒരു പോസ്റ്റ് ഓഫീസ് മറിച്ച് തിരിച്ചിട്ട് നോക്കൽ തുടങ്ങി. 11:20 ഞാൻ അവിടെ ചെന്ന് ഇത് ചോദിക്കുന്നത്. 11:35 ഓർഡിനറി പോസ്റ്റിൽ നിന്ന് എൻ്റെ പോസ്റ്റ് DBSൻ്റെ UK നിന്ന് മിസ്സായ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുക. ലൈക്ക് ഒരു ചാൻസും ഇല്ല, കാരണം അത് ട്രാക്ഡ് അല്ല, എവിടെയാണ് മിസ്സായിക്കണേന്ന് പോലും അറിയില്ല. അവരുടെ കയ്യിൽ 17-ാം തീയതി കിട്ടിയതാണ്, പക്ഷെ അത് ഓർഡിനറിയിൽ അവർ സോർട്ട് ചെയ്തിട്ടിട്ട് മിസ്സായി. എന്നിട്ട് എനിക്കിനി ആകെ എൻ്റെ മുമ്പിൽ 10-15 മിനിറ്റേ ഉള്ളൂ, 12 മണിയാവുന്നേ. അതാണ് എനിക്ക് ടൈം ഷോർട്ട്നെസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഈ കവനൻ്റിലത്തെ എസെൻസിലായിട്ടുള്ള ലാസ്റ്റ് എസെൻസ് ആയിട്ടുള്ള എന്താ പറയുക ടൈം ഷോർട്ട്നെസ് ആയിരുന്നു എൻ്റെ അടുത്ത് മിസ്സായിരുന്നു വെച്ചത്. ലൈക്ക് അതിനും കൂടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് വെച്ചാൽ 4 വേണമെന്ന്. ആ 4-ാമത്തെയും തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ തന്നെ വൈഫൈ യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് ഞാൻ ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്തു. 12 മണിക്ക് മുന്നേ 11:45 ആയപ്പോൾ ബാക്കി 15 മിനിറ്റ് ബാക്കി നിർത്തി ഞാൻ അവർക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു. അത് കഴിഞ്ഞ് അവർ ഓക്കെ ഹാപ്പിയായി. അത് കഴിഞ്ഞ് എനിക്ക് വെള്ളിയാഴ്ച ഇന്നലെ എനിക്ക് മെയിൽ വന്നു. August 3 ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ ഫൈനാൻസ് ഓഫീസറായിട്ട് എന്നെ മാതാവ് ഉയർത്തി. ഈശോയോട് പറഞ്ഞ് എന്നെ ഉയർത്തി.
ഒന്നുമല്ലാതെന്ന് വെച്ചാൽ പാരഗ്രാഫിൽ 0 ആയിരുന്നു വെച്ചാൽ എന്നെ 100-ൽ എത്തിച്ചു മാതാവ്. എനിക്ക് ആ നേരത്തുണ്ടാകുന്ന വെച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ മാതാവിനോട് ഓൾറെഡി ഞാൻ ഫസ്റ്റ് വന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ കാണുന്നവരോടും പോകുന്നവരും ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയും, ഞാൻ ഈ സാക്ഷ്യത്തിന് വേണ്ടി 1 മാസമായി ഞാൻ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വന്ന സാക്ഷിയാണ്. 1 മാസമായി ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന സാക്ഷിയാണ് ഞാനിന്ന് പറയണേ. കാരണം ജൂൺ 1 വന്ന ഒരു എന്താ പറയുക ഓഫർ ലെറ്റർ ഞാൻ ഓഗസ്റ്റ് 3 ജോയിൻ ചെയ്യാണ്. ഓഗസ്റ്റ് 1 ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. എനിക്ക് ഉറപ്പാണ്, ഇപ്പം കുറേ പേരും ചോദിക്കും, എനിക്ക് ഉറപ്പാണ് ലൈക്ക് ഡൽഹി അത്ര സേഫ് അല്ല, പക്ഷെ എൻ്റെ മാതാവ് ഉണ്ടാവും അവിടെ എന്നെ സേഫ് ആക്കാൻ. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം, ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തതിന്, ഈ ഒട്ടും അർഹതയില്ലാത്ത എന്നെ ചൂസ് ചെയ്തതിന് എൻ്റെ ഈശോയോടും ദൈവത്തോടും എൻ്റെ മാതാവിനോടും 1000 നന്ദി. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നാടായ നാട് മൊത്തം ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കായിരുന്നു. അപ്പം എല്ലാ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് പത്രം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകും. എന്നിട്ട് ഇപ്പം തമിഴ് എല്ലാ മലയാളികളെയും പോലെ നോർമൽ എന്തെങ്കിലുമൊക്കെ ബേസിക് പറയാമെന്നറിയാമെന്നാണ് എനിക്കുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ തമിഴ് പത്രത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ChatGPT വെച്ചിട്ടൊക്കെ ഇന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തെ ന്യൂസ് പേപ്പറാണ്, ഇന്ന സ്ഥലത്തെ പത്രമാണിത്, ഇതിനകത്ത് കുറേ സാക്ഷ്യങ്ങളുണ്ട്, ആൻഡ് ഇവിടെ കുറേ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ഈ വെബ്സൈറ്റിൽ പോകണം എന്ന് പറഞ്ഞ വെബ്സൈറ്റും അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും ഞാൻ എഴുതിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ പത്രത്തിൻ്റെ കൂടെ സ്റ്റാപ്ലർ അടിച്ചിട്ട് ഇപ്പം തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടിലത്തെ അത് കൊടുക്കും. അതുപോലെ തന്നെ UK-യിലായിരുന്നു വെച്ചപ്പോഴാണെങ്കിലും മമ്മി എല്ലാ മാസവും എനിക്ക് ഇവിടുന്ന് പത്രം അയച്ചു തരുമായിരുന്നു. ഇനി ഏതൊക്കെ നാട്ടിൽ പോയി ഏതൊക്കെ രാജ്യത്ത് പോയപ്പോഴൊക്കെ ഒക്കെ ആ രാജ്യത്തിലത്തെ ന്യൂസ് പേപ്പർ ഇതുപോലെ ചെയ്തിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിള് അരമണിക്കൂറൊന്നുമല്ല അതിൻ്റെ ഇരട്ടി കൂടുതൽ ഞാൻ ബൈബിള് വായിക്കും. ഒരിക്കൽ പോലും എന്താ പറയുക എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കും, ദിവസവും കുർബാന സ്വീകരിക്കും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് എന്താ പറയുക ഇപ്പം മമ്മിയും അതുപോലെ തന്നെ വേറെ കുറേ ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടിയായിട്ട് ഫുഡ് ചോറ് പൊതി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എന്താ സ്ട്രീറ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, ചേച്ചിയും ഞാനും കൂടി കൊണ്ടുപോയിട്ട് സ്ട്രീറ്റിലിരിക്കുന്നവർക്ക് എറണാകുളത്ത് സ്ട്രീറ്റിലിരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും അതുപോലെ നമ്മൾ അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കാശിനൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ആണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കും. ആൻഡ് ഞാൻ പണ്ടുണ്ടായിരുന്ന വെച്ചതിനേക്കാൾ കുറേ ഇമ്പ്രൂവ് ആയി. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ ദിവസം പള്ളിയിലൊന്നും പോകുന്നിരുന്ന വെച്ചാൽ ഒരാളൊന്നും ആയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ദിവസം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ UK-യിലായിരുന്നു വെച്ചപ്പോഴും ഞാൻ വളരെ ഒരു ഐസൊലേറ്റഡ് പ്ലേസിലാണ് ഞാൻ താമസിച്ചിരുന്നത് വെച്ചത്. കാരണം ആർമിയിലായതുകൊണ്ട് തന്നെ അത് ഹെലികോപ്റ്റർ ഫീൽഡായിരുന്നു. ഒച്ച പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു ഐസൊലേറ്റഡ് ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് എന്താ പറയുക ഒരു മണിക്കൂർ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്താൽ അടുത്തൊരു ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ചേർച്ചുള്ളൂ, കാത്തലിക് ചേർച്ചുള്ളൂ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ബസ്സുമില്ല, എന്നാലും ഞാൻ ക്യാബ് വിളിച്ചിട്ടാണെങ്കിൽ അവിടെ ഒത്തിരി ക്യാഷാണ് ക്യാബിന്. പക്ഷേ എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാനായിട്ട്. അങ്ങനെ ക്യാബ് വിളിച്ചിട്ടാണെങ്കിലും സൺഡേ മാസസ് ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് 1000 നന്ദി. ഇനി മമ്മിക്ക് കിട്ടിയ അനുഗ്രഹം പറയും. എൻ്റെ പേര് റീന. ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് ഓൺലൈനാണ് ഉടമ്പടി എടുത്തത്. അതിനൊരു കാരണം ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പം തുടങ്ങി ഛർദ്ദിക്കും. ഇവിടെ വരെയല്ല എവിടെ പോയാലും ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഗുളിക കഴിച്ചിട്ട് വന്ന് കുറച്ച് നാൾ അങ്ങനെ വന്ന് പിന്നെ ഞാൻ ആ ഗുളിക കഴിക്കാതെ വന്ന് എനിക്ക് എൻ്റെ മാതാവും ആവശ്യവും അതെനിക്ക് മാറ്റിത്തന്ന്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടി ഞാൻ പഴയ ധ്യാനം മുതൽ എല്ലാ ധ്യാനവും ഞാൻ കൂടിയിട്ടുണ്ട്. എല്ലാ ധ്യാനവും ഞാൻ കൂടും. ഞാൻ അത്യാവശ്യം കുറച്ച് എൻ്റെയും പിള്ളേരുടെയൊക്കെ തയ്ക്കുന്ന കൂട്ടത്തിലാണ്. ഞാനപ്പോൾ തയ്ക്കാനിരിക്കുമ്പോൾ എല്ലാ ധ്യാനവും ഇങ്ങനെ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾക്ക് ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അസുഖമുള്ളിടത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാനപ്പോൾ എനിക്ക് തയ്ക്കുമെങ്കിലും ഞാൻ
10 മിനിറ്റ് തയ്ച്ചാൽ ഞാൻ അരമണിക്കൂർ കിടക്കും. കട്ടിലിൻ്റെ അരികത്താണ് തയ്യൽ മെഷീൻ ഇട്ടേക്കണത്. കാരണം എനിക്ക് കുനിഞ്ഞിരിക്കാൻ പാടില്ല. കഴുത്തിന് കുനിഞ്ഞിരുന്നാൽ വല്ലാത്ത വേദനയും വിഷമങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ കിടന്നിട്ട് 10 മിനിറ്റ് തയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, നിനക്ക് ഇതൊന്ന് സൗഖ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിത് തുടർന്ന് ഇങ്ങനെ തയ്ക്കൂലേ, എൻ്റെ ഈശോയെ നിൻ്റെ അണിപ്പഴുതാർന്ന കരങ്ങൾ എൻ്റെ കഴുത്തിലൊന്ന് വെച്ച് സുഖപ്പെടുത്തിത്താ എന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞ് അച്ഛൻ്റെ ധ്യാനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞ് വീണ്ടും തയ്ക്കാനിരുന്ന് ഞാനപ്പോൾ അതൊന്നും ഓർത്തില്ല, തയ്ച്ച് അങ്ങനെ പോയി. പിറ്റേ ദിവസവും ഞാനിരുന്ന് തയ്ച്ച് അതിന് വൈകുന്നേരം വരെ തയ്ച്ചു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അയ്യോ ഞാൻ കിടന്നില്ലല്ലോ, ഇത്രയും നേരമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലല്ലോ. അന്ന് ആ നിമിഷം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ, ഓൺലൈൻ ധ്യാനത്തിലൂടെ എന്നെ സൗഖ്യപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ കാലിന് താഴ്ത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കാലുമേ എല്ല് വളരണം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ കഴിഞ്ഞ ജപമാല അതിന് മുമ്പത്തെ 2 റാലിയിലും ഞാൻ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ജപമാല റാലി പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ ആ ഇതറിഞ്ഞ നിമിഷം തുടങ്ങി ഞാൻ എൻ്റെ മനസ്സിൽ ജപമാല റാലി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ നവംബർ 28 എനിക്ക് ആ റാലി പങ്കെടുക്കണം, എൻ്റെ അമ്മയെ എനിക്ക് സുഖപ്പെടുത്തി തരണം. ഞാൻ ധൈര്യപൂർവ്വം തന്നെ പോരുന്ന വണ്ടിയിൽ സീറ്റ് ബുക്ക് ചെയ്ത്, നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ വണ്ടി കയറി പോരാന്ന്, ഞാൻ ആ ഒരു ധൈര്യത്തിൽ പോന്നു. ഷൂ ഒക്കെ ഇട്ട് ഞാൻ പോകുന്നു. കുറച്ച് നേരം എനിക്ക് ആ ബുദ്ധിമുട്ട്, പിന്നെ ഞാൻ മറന്നുപോയി. ഞാനങ്ങ് നടന്ന് ഇവിടെ എത്തി. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. ഞാനൊരു മരുന്നും കഴിച്ചിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ പോലെ മീനു അമ്മയോടൊപ്പം വന്നിവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുന്നത് താൻ ആഗ്രഹിച്ച ഒരു വലിയ ഉടമ്പടി കണ്ടൻറ്റുകളോട് കൂടി തന്നെ സാക്ഷ്യം പറയണമെന്ന് ഉള്ളൊരു പ്രോമിസായിരുന്നു, ഉടമ്പടിയായിരുന്നു മീനു ഈശോയോട് ചെയ്തത്. മകൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് സാധാരണ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഒരു നൊവേനയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളല്ല, എനിക്ക് വലിയ ആഗ്രഹമാണുള്ളത്. അതുകൊണ്ട് എനിക്കൊരു വലിയ സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഉടമ്പടി ചെയ്ത് ജീവിച്ചത്. ഈ മകൾക്കിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈശോ കൊടുത്ത, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റാണ് ബ്രിട്ടീഷ് ആർമിയിലെ അക്കൗണ്ടൻറ്റ് ഓഫീസറായിട്ട് ഇന്ന് മകളെ ഉയർത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഹൈ കമ്മീഷനിലെ അക്കൗണ്ടൻറ്റ് ഓഫീസറായിട്ട് മകളെ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാതെ വയ്യ. കാരണം വലിയ ആഗ്രഹങ്ങൾ നമുക്ക് ചോദിക്കാവുന്നത് ഈ ഒരു ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ മാത്രമാണ്. പരിശുദ്ധ അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെല്ലാം മാറ്റി ഒരു ജെറിക്കോ പ്രദക്ഷിണം ഈ മകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം ആ കോട്ട തകർക്കണമെങ്കിൽ തൻ്റെ ശക്തമായ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്നെ വാഗ്ദാന പേടകം തൊട്ടപ്പോഴാണ് ജോർദാൻ വറ്റിപ്പോയത്. അങ്ങനെ സാധ്യതകളുടെ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇന്ന് ലോകത്തിൽ ടാഞ്ചിബിളായിട്ടുള്ള ഒരു വിശിഷ്ട പ്രാർത്ഥനയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. പാസ്റ്റിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ പാസ്റ്റിൻ്റെ എല്ലാ ലെസൺസ് പഠിച്ചതിന് ശേഷം പ്രസൻറ്റിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ഈ ഉടമ്പടി. ഈശോ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ചിട്ടുള്ളവരെയാണ്. കാരണം 5000 പേർക്ക് അപ്പം കൊടുത്തതിന് ശേഷം 12 കൂട്ടം നിറച്ചവർ ഈശോയുടെ അടുത്തേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ പത്രോസ് സംശയിക്കുന്നുണ്ട്. ഇന്ന് മീനുവിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണത്. ഇന്ന് ആരിലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, എൻ്റെ കർത്താവ് തന്നെയാണ് എനിക്ക് ഈ ഒരു വലിയ സാധ്യത തന്നിരിക്കുന്നത്. എന്നെ ഇത്ര വലിയൊരു അക്കൗണ്ടൻറ്റ് ഓഫീസറാക്കിയത്, വലിയ ചെറുപ്രായത്തിൽ എനിക്ക് വലിയ ഉന്നതിയിലെത്താൻ സാധിച്ചത് ഈശോയുടെ ഒരൊറ്റ അനുഗ്രഹം മാത്രമാണ്. അതുപോലെ തന്നെ മകൾക്ക് ലഭിച്ച ഓഫർ ലെറ്റർ അതാണ്, വി ആർ ഡിലൈറ്റഡ് ടു ആക്സെപ്റ്റ് യു എന്ന് ഈശോ നൽകുന്ന ഒരു അപ്രൂവൽ കൂടിയാണ്. ഈ മകളുടെ ഉടമ്പടിയിൽ ഗോഡ് ഈസ് ഡിലൈറ്റഡ് ടു ആക്സെപ്റ്റ് യുവർ കവനൻ്റ് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ഒരു നല്ല സാക്ഷ്യം കൂടിയാണ്. അബ്രാഹത്തോട് ഒന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ, നീ എൻ്റെ മുമ്പേ ഉണ്ടാകണം. ഇന്ന് നീനു പ്രോമിസ് ചെയ്ത് ഇറങ്ങുന്നത് അതുതന്നെയാണ്, ഞാൻ എന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. പരിശുദ്ധ അമ്മയുടെ അങ്കിയിൽ, ആ കാപ്പയിൽ എന്നും ഞാൻ സുരക്ഷിതയായിരിക്കും. ഡൽഹിയിലായാലും മറ്റേതൊരു രാജ്യത്തായാലും ഞാൻ സുരക്ഷിതയായിരിക്കും എന്നുള്ള വലിയ ഉറപ്പോടുകൂടി മീനു സമർപ്പിച്ച ഈ ഉടമ്പടി സാക്ഷ്യത്തിനായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.